ഉടമ്പടി ബേസ് ചെയ്തിരിക്കുന്നത് നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ്, അല്ലേ? നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, എൻ്റെ കൃപ കൊണ്ട്. ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഇത് നോട്ട് ബൈ മെരിറ്റ് പറഞ്ഞില്ലേ, മെരിറ്റിൽ ദൈവം വർക്ക് ചെയ്യാത്തത് എന്താണെന്നറിയാവോ? ഈ വചനത്തിലുണ്ടത് 1 കൊറിന്ത്യൻസ് 4:7. മെരിറ്റിൽ നമ്മൾ ആശ്രയിച്ച, ഇപ്പം ആൾക്കാരെന്നാ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ മെരിറ്റിലും ആശ്രയിക്കും. നമുക്ക് മാർക്കുണ്ടല്ലോ, നമുക്ക് FD പണം കിടക്കുന്നുണ്ടല്ലോ, നമ്മുടെ മക്കളെല്ലാം നല്ല ജീവിതമാണല്ലോ, അവർക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ. അപ്പം പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു വശം നമ്മൾ അറിഞ്ഞോ അറിയാതെ ഒരു കാല്, ഒരു ലെഗ്, 1 ലെഗ് മെരിറ്റിലാണ് എപ്പോഴും. ഇതുകൊണ്ട് ഈ ഗ്രേസിലുള്ള ലെഗ് വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് അപ്പം നമ്മൾ പകുതി മെരിറ്റിലും, ആൾക്കാരെങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കണം, അങ്ങനെയാണല്ല, താൻ പാതി പറയും. പക്ഷെ ബിബ്ലിക്കലായിട്ടത് ഒക്കത്തില്ല. ബിബ്ലിക്കലായിട്ടത് എല്ലാം ദാനമാണെന്ന് പറഞ്ഞത്. എവരിത്തിങ് ഇസ് ഗ്രേസ് എന്നാണ്, മെരിറ്റ് എന്നല്ല പറയണത്. എല്ലാം ദാനം. നിൻ്റെ മക്കൾ ദാനം, നിൻ്റെ ആരോഗ്യം ദാനം. ഇപ്പം തന്നെ എന്താ പറയണത്? ശൂന്യത ഓരിയിടുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ എന്താണ്? മരുഭൂമിയല്ലേ? മരുഭൂമിയിൽ നീ എന്നെ കണ്ടെത്തുകയല്ലേ ചെയ്യണത്, ഞാൻ നിന്നെ കണ്ടെത്തിയെന്നാണ് വചനം. ആ വചനം ഭയങ്കര രസമാണ്. ഇപ്പം നിങ്ങൾക്കിപ്പോൾ സാമ്പത്തിക കടത്തിൻ്റെ ഒരു കാലമാണെന്ന് ചോദിച്ചത്, നിങ്ങൾ മരുഭൂമിയിലാണ്, നിങ്ങളുടെ തണലില്ല അവിടെ. കാര്യം നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ ആൾക്കാർ നിങ്ങളെ കടത്തില്ല. തണലെങ്ങനെ ഉണ്ടാകണം? അപ്പോൾ നിങ്ങൾ മരുഭൂമിയിലാണ്. പക്ഷെ നിങ്ങൾ മരുഭൂമിയിലാണെങ്കിലും നിങ്ങൾ ഉടമ്പടിയിലാണ്. അതാര് കണ്ടെത്തിയതാ? ശൂന്യത ഓരിയിടുന്ന സ്ഥലത്ത് ഞാൻ നിന്നെ കണ്ടെത്തി. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അവിടത്തോട് ചേർത്ത് നിർത്തുന്ന സ്നേഹത്തിന്, കരുതലിന് നന്ദി പറയുന്നു. പ്രിയ പ്രാണനുലഞ്ഞപ്പോ നിൻമുഖം കണ്ടതാണേ, നെഞ്ചിലവൻ നിന്നെ വഹിച്ചതാണേ. നോവിനുലയിൽ പ്രിയ പ്രാണനുലഞ്ഞപ്പോ നിൻമുഖം കണ്ടതാണേ, നെഞ്ചിലവൻ നിന്നെ വഹിച്ചതാണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. നിയമാർദ്ദന 7:9 വായിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം. നിയമാവർത്തനം 7:9. അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം. നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം. തന്നെ സ്നേഹിക്കുകയും തന്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവനോട്, തന്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവനോട് 1000 തലമുറകൾ വരെ ഉടമ്പടി പാലിക്കുകയും അചഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായ ദൈവം. ഇതിപ്പോൾ എടുക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങനെ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാ പറഞ്ഞു, ഉടമ്പടി ആർക്കാണ് എടുക്കാൻ പറ്റണത്? വിശ്വസ്തത എന്ന് പറയുന്നത് ദൈവസ്നേഹം ഉണ്ടെങ്കിൽ വിശ്വസ്തത ഉണ്ടാകത്തുള്ളെന്ന്. സാങ്കേതിക വിശ്വസ്തത, ടെക്നിക്കൽ ഫിഡലിറ്റി നമുക്ക് വേണേൽ കാണിക്കാം. ടെക്നിക്കൽ ഫിഡലിറ്റി. അപ്പോൾ ഈ രാജാക്കന്മാർ തമ്മിൽ പൊളിറ്റിക്കൽ ഫിഡലിറ്റി ഇല്ലേ?
രാജ്യങ്ങൾ തമ്മിൽ കാണിക്കുന്ന ഡിപ്ലോമാറ്റിക് ഫിഡലിറ്റിയാണ്, ടെക്നിക്കൽ ഫിഡലിറ്റി, നയതന്ത്രപരമായ വിശ്വസ്തത. അപ്പം നയതന്ത്രമായ വിശ്വസ്തത നമുക്ക് അങ്ങനെ ഒരു ഡിപ്ലോമാറ്റിക് ഫിഡലിറ്റി, നയതന്ത്രപരമായ വിശ്വസ്തത ദൈവവുമായിട്ട് സാധിക്കത്തില്ല. സാങ്കേതിക വിശ്വസ്തത എന്ന് പറയും അതിനെ. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ബൈബിളിൽ എന്താ ചെയ്തിരിക്കുന്നത്? ദൈവ വിശ്വസ്തതയെ ദൈവസ്നേഹത്തിൻ്റെ പരിധി കൊണ്ടുവന്നിരിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ശ്രമിക്കുന്നത് വിശ്വസ്തതയ്ക്കല്ല ശ്രമിക്കേണ്ടത്. എന്താണ്? ദൈവത്തോട് ഏകപക്ഷീയമായ സ്നേഹം ജനിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പം നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യണില്ലേ? ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില ആൾക്കാർ കടുത്ത വിശ്വസ്തതയിലാണ് അങ്ങനെ ചെയ്യണത്. ചില ആൾക്കാർ ഉടമ്പടി എടുത്തതിൻ്റെ പേരിലാണ് അങ്ങനെ, അതാണ് ടെക്നിക്കൽ വിശ്വസ്തത എന്ന് പറയണത്. ഉടമ്പടി എടുത്തതിൻ്റെ പേരിൽ അങ്ങനെ അവർ ചെയ്യും. പക്ഷെ അതിന് ടെക്നിക്കൽ വിശ്വസ്തത എന്ന് പറയും. അത് ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. നമ്മൾ ഉടമ്പടിയിലെ വിശ്വസ്തത എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ലവ് ആണ്. ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ വിശ്വസ്തത കാണിക്കുന്നു. ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് വേറെ ഒരു കണ്ടീഷനൊന്നുമില്ല, വേറെ കണ്ടീഷൻസൊന്നുമില്ല. ദൈവം ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, അങ്ങയോടുള്ള വ്യക്തിപരമായ സ്നേഹത്താൽ വിശ്വസ്തതയുടെ ഉടമ്പടി ജീവിതം നയിക്കുവാൻ എന്നെ സഹായിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ. സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ സൂക്ഷ്മതയോടെ മനസ്സിലുണ്ടാകണം. ഈ സ്നേഹത്തിനൊരു കുഴപ്പമുള്ളത് കണ്ടുകഴിഞ്ഞാൽ ഈ സ്നേഹം ചില സമയത്ത് തണുത്തു പോകും. സ്നേഹം ഉണ്ടായിട്ടും കാര്യമില്ല. നല്ല ചൂടുള്ള സ്നേഹത്തിൻ്റെ ചൂട് നിലനിർത്താൻ നോക്കണം നമ്മൾ. അല്ല നമ്മുടെ ഭാഗത്ത് ചെയ്യണം. സ്നേഹം അതായത് ഇങ്ങനെ ആക്ഷൻ ഇല്ലാതിരുന്ന ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പം നമ്മൾ അടപ്പില്ല, നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വരുന്നു 2 ദിവസം 3 ദിവസം 2 ദിവസം. ഇപ്പോൾ പണ്ട് ഇപ്പോഴല്ലേ നിങ്ങൾ അടപ്പിലേക്ക് തിരിച്ചു വരുന്നത്? യുദ്ധം തുടങ്ങിയപ്പോൾ എല്ലാവരും അടപ്പിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങി. ഇത് അപ്പുറത്തെ ഹോട്ടലിലൊക്കെ മുറ്റത്തിട്ട് വിറക് കൊണ്ട് പഴയ കഞ്ഞി വെക്കണവർ. ഇപ്പോൾ അടപ്പിലേക്ക് മനുഷ്യൻ തിരിച്ചു വരികയാണ്. ഇത് എല്ലാത്തിലേക്കും തിരിച്ചു വരേണ്ടി വരും. എല്ലാത്തിലേക്കും കാലങ്ങൾ ചെല്ലുന്തോറും പുതിയ പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാത്തിലേക്കും നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞതിലേക്ക് തിരിച്ചു വരേണ്ടി വരും. പണ്ടൊക്കെ അടപ്പൊക്കെ നമ്മൾ വീടുകളിൽ നിന്ന് വിട്ടുപോയാൽ ഒരു 5-6 ദിവസം കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ അടപ്പ് കല്ലൊക്കെ പൊക്കി നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇരട്ടവാലൻ പുതിയ ആൾക്കാരൊക്കെ താമസം തുടങ്ങും അവിടെ. കാര്യം അടപ്പ് തണുത്തത് കൊണ്ടാണ്. അടപ്പ് തണുത്തു കഴിഞ്ഞാലുള്ള കുഴപ്പം വെച്ചാൽ വേറെ ആൾക്കാർ കയറി അതിൻ്റെ താമസിക്കും. അതിൻ്റെ മെയിൻ ആളാണ് ഇരട്ടവാലിനും തേരിട്ടയൊക്കെ. ഇതുപോലെയാണ് ദൈവത്തോടുള്ള സ്നേഹം തണുത്താൽ വേറെ താല്പര്യങ്ങൾ കയറി വരും. അതെപ്പോഴും നമ്മൾ സാധാരണ സ്നേഹം എപ്പോഴും ചൂടായിട്ട് നിലനിർത്തണം. ദൈവത്തോടുള്ള സ്നേഹം നമുക്ക് തണുത്താൽ വേറെ താല്പര്യങ്ങൾ കയറി വരും. ദൈവമാണെങ്കിൽ ഇതൊന്നും കോംപ്രമൈസ് ചെയ്യത്തില്ല, ഒരു കോംപ്രമൈസും ഇല്ല. അത് എപ്പോഴും എൻ്റെ കാര്യം ഈ പുത്രനെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണ കാരണം, തൻ്റെ ഏകജാതനെ തന്നെ നൽകിയിരിക്കുന്ന കാരണം, ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ള വചനത്തിന് അങ്ങനെയുള്ളവർ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്നുള്ള നിലപാടാണ്.
പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയതിനെ ഓർത്ത് അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് സുനിത, ഇതെൻ്റെ ഭർത്താവ് സത്യൻ. ഞങ്ങൾ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വരന്തരപ്പിള്ളിയിൽ നിന്നാണ്. ഞാൻ ഇവിടെ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് 2023 ഡിസംബർ 22-ാം തീയതിയാണ്. എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് പത്രം തരികയും പിന്നെ സാക്ഷ്യങ്ങൾ ഫോണിലേക്ക് അയച്ചു തരികയുമാണ് ആദ്യം ചെയ്തത്. ഞാൻ പിന്നെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. ആ പത്രം കിട്ടി കുറച്ച് നാൾ സാക്ഷ്യങ്ങൾ കേൾക്കുകയും ധ്യാനങ്ങളിൽ പങ്കെടുക്കുകയും ചൊവ്വാഴ്ചകളിലെ ധ്യാനങ്ങൾ കേൾക്കുകയും അങ്ങനെ വീട്ടിലിരുന്ന് കുറച്ച് പ്രാർത്ഥനകളൊക്കെ തുടങ്ങി. പിന്നെ എനിക്ക് അതിൽ കൂടെ കുറച്ച് രോഗസൗഖ്യങ്ങളൊക്കെ കിട്ടുകയുണ്ടായി. അങ്ങനെ ഇരിക്കെ മകൻ ജോലിക്ക് ഫ്രാൻസിലേക്ക് ജോലിക്ക് പോയി. 7 മാസത്തോളം അവനവിടെ ജോലി ശരിയാവാണ്ട് കൊണ്ടുപോയ ഏജൻസി പറ്റിച്ചു. അങ്ങനെ ജോലി ശരിയാവാണ്ട് അവൻ ഒരുപാട് വേദന ഉണ്ടായപ്പോഴാണ് ഞാൻ കൃപാസനത്തിലേക്ക് വന്ന് പ്രാർത്ഥിച്ചു പോവുകയാണ്. ആദ്യം വന്ന് 2023 ഡിസംബർ 22-ാം തീയതി വന്ന് പ്രാർത്ഥിച്ചു പോയി. അതുവരെ എനിക്ക് വരണേലും മുന്നേ ഭയങ്കര വിഷമമായിരുന്നു മകൻ്റെ കാര്യങ്ങളോർത്ത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയപ്പോൾ മാതാവ് എന്നോട് ഉള്ളിലിരുന്ന് പറയാണ്, നീ എന്തിനാണ് വിഷമിക്കണത്, നന്നായി പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ എനിക്കൊരു ധൈര്യം കിട്ടി. അങ്ങനെ പിന്നെ 2024 ഫെബ്രുവരി 16-ാം തീയതി വന്ന് ഉടമ്പടി എടുത്തു. ആദ്യത്തെ സാക്ഷ്യം ഉടമ്പടി എടുത്ത് 11-ാമത്തെ ദിവസം എൻ്റെ മകന് ജോലി കിട്ടുകയുണ്ടായി. അത് ഞാൻ സാക്ഷ്യം പറഞ്ഞതാണ്. ആദ്യത്തെ പുതുക്കലിന് ഞാൻ സാക്ഷ്യം പറഞ്ഞതാണ്. ഇപ്പോൾ ഞാൻ 7-ാമത്തെ ഉടമ്പടിയിലാണ്. പിന്നെ 25 വർഷമായി എനിക്ക് നല്ല നടുവേദനയായിരുന്നു. നടുവേദന എന്ന് പറഞ്ഞാൽ എനിക്ക് അധിക സമയം നിൽക്കാൻ പറ്റില്ല. നിൽക്കാൻ തുടങ്ങുമ്പോഴത്തേനും എവിടെയെങ്കിലും ചെന്ന് നിൽക്കാൻ തുടങ്ങുമ്പോഴത്തേനും ഇരിക്കാനുള്ള സ്ഥലം അന്വേഷിക്കും. കാരണം എനിക്ക് നിൽക്കാൻ പറ്റില്ല. തണ്ടൽ ഭയങ്കര കഴച്ച് വീണ, നടുവിന് നല്ല ഭാരവും ഭയങ്കര വേദനയാണ്. വേദന സഹിക്കാൻ പറ്റാണ്ടാവുമ്പോൾ ഡോക്ടറെ അടുത്ത് പോയും 4 ദിവസത്തേക്ക് ഒരു കുറവ് കിട്ടും. പിന്നെ വീണ്ടും ആ വേദന വരും. അങ്ങനെ ശക്തമായ വേദന കൊണ്ട് നടന്ന് ഞാൻ ഈ 2024 ഒക്ടോബർ 25-ാം തീയതിയിലത്തെ ജപമാല റാലിയിൽ പങ്കെടുക്കുകയുണ്ടായി. ജപമാല റാലി നടന്ന് അർത്തുങ്കൽ എത്തണേലും മുന്നേ ഞാൻ ആകെ അവശതയായിരുന്നു. ഇവിടുന്ന് അവിടം വരെ കൊന്ത ചൊല്ലി പോയി. അവിടെ എത്താറായപ്പോൾ എനിക്ക് ആകെ തളർച്ചയും ക്ഷീണമൊക്കെ ആയി. ഞാൻ അങ്ങനെ അർത്തുങ്കൽ എത്തിയാൽ മതി. കൂടെയുള്ളവരോട് ഞാൻ പറഞ്ഞു, അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ എവിടെയെങ്കിലും കിടക്കും, എനിക്ക് തീരെ പറ്റണില്ല എന്ന് പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞ് തൊട്ടപ്പുറത്തെ പള്ളിയിൽ പോയി ഞങ്ങളോട് വിശ്രമിക്കാൻ പറഞ്ഞു. കൊണ്ടുപോയി ആൾക്കാർ വണ്ടി വരുമ്പോൾ നിങ്ങളെ വിളിക്കാം. ഞങ്ങൾ ഒത്തിരി പേരുണ്ടായിരുന്നു. അവിടെ പോയി വിശ്രമിച്ച് ആ പള്ളിയുടെ അകത്ത് ഞാനവിടെ കിടന്ന് ഒരു ഉറക്കമായി. നന്നായി ഒന്ന് ഉറങ്ങി. പിറ്റേ ദിവസം വീട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അതിന് ശേഷം പിന്നെ എനിക്ക് ആ നടുവേദന വന്നിട്ടില്ല. ആ നടുവേദന ആ റാലി കൂടിയോടുകൂടി മാതാവ് എടുത്തു മാറ്റി. മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. മരുന്ന് കഴിച്ചിട്ടൊന്നും ഒരു കാര്യവും കിട്ടിയിട്ടില്ല. 4 ദിവസം ഒന്ന് കുറയും, പിന്നെ വീണ്ടും വരും. ശക്തമായ നടുവേദനയായിരുന്നു. ആ നടുവേദന എനിക്ക് ഈ റാലി കഴിഞ്ഞപ്പോൾ മാതാവ് എടുത്തു മാറ്റി തന്നു. മാതാവിന് നന്ദി, ഈശോയ്ക്ക് നന്ദി. പിന്നെ എൻ്റെ ഭർത്താവ് ഞാനിവിടെ വരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഞങ്ങളൊരു ഹിന്ദു കുടുംബത്തിൽ നിന്നാണ്, ഇവിടെ വരുന്നത് കൊണ്ട് എനിക്ക് എല്ലാ സപ്പോർട്ടും ചെയ്തു തരും. പക്ഷെ ആൾ വരില്ല. പിന്നെ പത്രം കൊടുക്കാനൊക്കെ കൂടെ വരും, അല്ലെങ്കിൽ കാരുണ്യ പ്രവർത്തിക്കൊക്കെ കൂടെ വരും. പക്ഷേ പ്രാർത്ഥനയിൽ കൂടിയായിരുന്നില്ല. എനിക്കത് വലിയ വിഷമമായിരുന്നു. കാരണം മക്കൾക്ക് വേണ്ടിയായാലും കുടുംബത്തിന് വേണ്ടിയായാലും പ്രാർത്ഥിക്കുമ്പോൾ ഭർത്താവ് TV വെച്ചിരിക്കും. ഞാൻ എത്ര പറഞ്ഞാലും ആൾ വരില്ല. അപ്പം ഞാൻ പറഞ്ഞു, 10 മിനിറ്റ് നേരെങ്കിലും ആ TV ഒന്ന് ഓഫാക്കി വെച്ചുകൂടെയെന്ന് എപ്പോഴും പറയാറുണ്ട്. പക്ഷേ ആളത് കേൾക്കാറില്ല. ഞാൻ പിന്നെ അത് പറയാതെയായി. ഞാനത് മാതാവിന് വിട്ടുകൊടുത്തു. മാതാവേ,
മാതാവ് വിചാരിച്ചാൽ ആളിഞ്ഞ് വിശ്വാസത്തിലേക്ക് വരുള്ളൂ എന്ന് എനിക്ക് ഉറപ്പായി. അപ്പം ഞാൻ മാതാവിനോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. 2024 ജൂൺ 13 ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത്. ജൂൺ 13 ഡേറ്റ് ഇട്ട് 10 ദിവസത്തിനുള്ളിൽ മാതാവേ നിൻ്റെ മുൻപിൽ എൻ്റെ ഭർത്താവ് മുട്ടുകുത്തണം, പ്രാർത്ഥനയിലേക്ക് വരണമെന്ന് ഞാൻ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. 13 സന്ധ്യാപ്രാർത്ഥനയിലാണ് പ്രാർത്ഥിച്ചത്. 14 സന്ധ്യാപ്രാർത്ഥനയായപ്പോഴത്തേനും ആള് പ്രാർത്ഥനയ്ക്ക് വന്നു. ആൾക്ക് മാതാവ് തന്നെ അതിനുള്ളൊരു വഴിയൊരുക്കി. മാതാവിന് ഈശോയ്ക്കും നന്ദി. പിന്നെ അതിന് ശേഷം എല്ലാ ദിവസവും മുട്ടുകുത്തി തന്നെ ആൾ പ്രാർത്ഥനയിൽ പങ്കെടുക്കും. പിന്നെ ആൾക്ക് മുട്ടിന് നല്ല വേദനയായിരുന്നു. മുട്ടിന് വേദന എന്ന് പറഞ്ഞാൽ ഞൊണ്ടി ഭാരമുള്ള ജോലിയാണ് ആൾ ചെയ്യുന്നത്. പക്ഷെ മുട്ട് തെന്നിപ്പോണ ഒരു അവസ്ഥയായിരുന്നു. ചിരട്ട തെറ്റി തെന്നിപ്പോവുക, വീഴാൻ പോവുക, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയതോടുകൂടി പിന്നെ മുട്ടുമ്മ തൈലം ഉപയോഗിച്ച് എന്നും സന്ധ്യാപ്രാർത്ഥന കഴിയുമ്പോൾ തൈലം പുരട്ടാറുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചതിനെ തുടർന്ന് പിന്നെ ആ മുട്ടുവേദന ഇപ്പോൾ മാറിപ്പോയി. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. പിന്നെ മകന് 2 വർഷം കഴിഞ്ഞപ്പോൾ TRP കാർഡ് പുതുക്കാനായിട്ട് 2024 നവംബർ 18 പുതുക്കാനായിട്ട് കൊടുത്തു. നവംബർ 27 അവൻ നാട്ടിലേക്ക് ലീവിന് വന്നു. ഡിസംബറും കഴിഞ്ഞ് ജനുവരി 7 ടിക്കറ്റ് ഇട്ടു, തിരിച്ച് ചെല്ലാൻ പറഞ്ഞു. പഴയ കാർഡിന് ജനുവരി 15 വരെ ഡേറ്റ് ഉണ്ടായിരുന്നുള്ളൂ. പുതിയ കാർഡ് പുതുക്കിയെന്ന് പറഞ്ഞൊരു മെയിലും വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് അവൻ 15 7 ടിക്കറ്റ് കിട്ടിയെങ്കിലും 15 പുതിയ കാർഡിൻ്റെ മെയിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു വരേണ്ടി വരും എന്ന് പറഞ്ഞിട്ടാണ് പോയത്. 4 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരും. അപ്പം ഞാൻ 7ാമത്തെ ഉടമ്പടി പുതുക്കാനായിട്ട് വന്നപ്പോൾ ആദ്യത്തെ നിയോഗമായിട്ട് വെച്ചത് എൻ്റെ മകൻ്റെ കാർഡ് എത്രയും വേഗം പുതുക്കി തരണേ മാതാവേ, പോയിട്ട് തിരിച്ച് 4 ദിവസം കഴിയുമ്പോഴത്തേനും തിരിച്ചു വരേണ്ട അവസ്ഥ വരുത്തരുത്. മാതാവ് വാങ്ങിക്കൊടുത്ത ജോലിയാണ്. മാതാവ് തന്നെ എൻ്റെ മകനെ അതിൽ പിടിച്ചു നിർത്തണം. ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവരുത് മാതാവേ, പോയിട്ട് അപ്പം തന്നെ തിരിച്ചു വരേണ്ട അവസ്ഥ വരരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അതും ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. 10 ദിവസത്തിനുള്ളിൽ കാർഡിന് മെയിൽ വരണം, പുതുക്കിയ മെയിൽ വരണം എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചു. 7 മകൻ കയറിപ്പോയി. 8 പാരീസിൽ ചെന്ന് ഫ്ലൈറ്റ് ഇറങ്ങി. അപ്പം തന്നെ മകൻ എന്നെ വിളിച്ചു, അമ്മേ കാർഡ് പുതുക്കിയ മെയിൽ വന്നു, സമാധാനമായി, ഇനി തിരിച്ചു വരണ്ട, മാതാവ് കാത്തു എന്ന് മകൻ പറഞ്ഞു. മകൻ്റെ ജോലി കാര്യത്തിന് വേണ്ടി ഉടമ്പടി എടുത്തുകൊണ്ട് മകൻ വിശ്വാസത്തിലേക്ക് വന്നു. അത് ഞാൻ മുന്നത്തെ സാക്ഷ്യത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഭർത്താവും വിശ്വാസത്തിലേക്ക് വന്നു. എൻ്റെ കുടുംബം ഭൗതിക കാര്യങ്ങൾ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറേ ഇല്ല. കാരണം ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ എപ്പോഴെങ്കിലും പറയും എന്നല്ലാണ്ട് അത് തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ച് നടക്കാറില്ല. എനിക്ക് എൻ്റെ ഭർത്താവും മക്കളും ഒരു വിശ്വാസത്തിലേക്ക് ദൈവവിശ്വാസത്തിലേക്ക് വരണം എന്നാണ് എൻ്റെ പ്രാർത്ഥന ഉണ്ടായേ. ഞാൻ ഉടമ്പടിയിൽ നിയോഗങ്ങൾ വെക്കിയിട്ടുണ്ടെങ്കിലും ഞാനത് പിന്നെ മറന്നു പോവും. ഓരോരുത്തരും സാക്ഷ്യം പറയുമ്പോൾ 1ാമത്തെ നിയോഗം ഇതായിരുന്നു, 2ാമത്തെ നിയോഗം ഇതായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഉടമ്പടിയിൽ നിന്ന് വെച്ച നിയോഗങ്ങൾ എനിക്ക് തന്നെ ഓർമ്മയില്ല. അപ്പോഴത്തെ വിഷമങ്ങൾ എന്തെങ്കിലുമൊക്കെ എഴുതി വയ്ക്കും. അത് എല്ലാ കള്ളിയിലൊന്നും ഞാൻ എഴുതാറുമില്ല. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ എനിക്ക് വിശ്വാസത്തിൽ വരണം എന്നുള്ളൊരാഗ്രഹമാണ് കൂടുതലായിട്ടുണ്ടായിരുന്നത്. പിന്നെ രോഗസൗഖ്യങ്ങൾ, എനിക്ക് കഴുത്തിലൊരു പാലുണ്ണി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിപ്പത്തിലായിരുന്നു. അത് കഴുത്തിങ്ങോട്ട് ചരിക്കുമ്പോഴൊക്കെ മടങ്ങുമ്പോഴൊക്കെ നല്ല വേദനയായിരുന്നു. പിന്നെ തുടുത്ത് ഇങ്ങനെ വീർത്തിരിക്കുകയായിരുന്നു, നല്ല വേദനയാണ്. അച്ഛനും മകനും പറഞ്ഞു ഡോക്ടറെ അടുത്തേക്ക് പോവാന്ന്. ഞാൻ പറഞ്ഞു മാതാവിൻ്റെ നേർച്ച വസ്തുക്കളുള്ളപ്പോൾ ഇന്നിനാ ഡോക്ടറെ അടുത്തേക്ക് പോണ് എന്ന് പറഞ്ഞു. ഞാൻ 2 ദിവസം തൈലം പുരട്ടി. അപ്പോൾ എനിക്കത് തിരിച്ച് വേദന പോലെ തോന്നി. അപ്പം എൻ്റെ മനസ്സിൽ തോന്നി, നീ ഉപ്പും തൈലവും കൂട്ടി പുരട്ടെന്ന് മാതാവ് എന്നോട് മനസ്സിൽ തോന്നിച്ചു. ഉപ്പും തൈലവും കൂടി പുരട്ടി 4 ദിവസം പുരട്ടിയുള്ളൂ. അത് കരിഞ്ഞ് അവിടെ നിന്ന് അടർന്നു പോയി. അങ്ങനെ ഒരു രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഈ വിരലിന് ഭയങ്കര വേദനയായിരുന്നു. വേദന എന്ന് പറഞ്ഞാൽ തലമുടി പോലും തൊടുമ്പോൾ ഭയങ്കര വേദന, ഞരമ്പ് വലിഞ്ഞ് മുറുങ്ങണ വേദന. ആ വേദന ഈ കൈമയ്ക്കും ഈ ഷോള് വരെ കയറും. ഒട്ടും ഈ കൈ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല.
അങ്ങനെ ഒരു വേദനയായിരുന്നു. അപ്പം ഞാനിവിടെ ഒരു ചേച്ചി സാക്ഷ്യം പറയണ കേട്ടു. ആ ചേച്ചിക്ക് ഇതുപോലെ വേദനയായിട്ട് ഡോക്ടറെ കണ്ടപ്പോൾ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഞരമ്പിൻ്റെ എന്തോ കുഴപ്പമാണെന്ന് പറഞ്ഞേ, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് കേട്ടപ്പോൾ അതേ അവസ്ഥ തന്നെയാണല്ലോ എനിക്കും. ഞാൻ ഡോക്ടറെ അടുത്തേക്ക് പോയില്ല. എനിക്കിപ്പോൾ ഒരു അസുഖങ്ങളും ഇല്ല. ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു അസുഖങ്ങളും വരുന്നില്ല. ഞാൻ ചെറിയ ചെറിയ അസുഖങ്ങൾ വന്നാലും ഡോക്ടറെ അടുത്തേക്ക് പോവില്ല. ഉടമ്പടി നേർച്ച വസ്തുക്കൾ മാത്രമാണ് ഞാൻ എൻ്റെ കുടുംബത്തിലുള്ളവരെല്ലാവരും ഉപയോഗിക്കുന്നത്. ഞാൻ ആ തൈലം കുറച്ച് ദിവസം പ്രാർത്ഥന കഴിയുമ്പോൾ പുരട്ടും. അങ്ങനെ പുരട്ടി കുറച്ച് ദിവസം പുരട്ടി. ഇപ്പം എനിക്ക് അങ്ങനെ ഒരു സംഭവമേ വേദനയില്ല. ആ ചേച്ചിക്ക് അതേപോലെ തന്നെ തൈലം പുരട്ടിയിട്ട് മാറിപ്പോയി എന്ന് ഞാൻ സാക്ഷ്യത്തിൽ കൂടെ കേട്ടു. അങ്ങനെ എനിക്കും അതേപോലെ തന്നെ രോഗസൗഖ്യം കിട്ടി. മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്യണത് പൊതിച്ചോറ്, വഴിയരികത്തൊക്കെ ഇരിക്കുന്ന അവശതയായ ആൾക്കാർക്ക് പൊതിച്ചോറ് കെട്ടിക്കൊണ്ടു കൊടുക്കും. പിന്നെ അതേപോലെ ഞാൻ 4ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ പിന്നെ വയ്യാണ്ട് കിടക്കുന്ന ആൾക്കാരുകൾക്ക്, രോഗികൾക്കൊക്കെ ഞങ്ങളിൽ കഴിയാവുന്ന രീതിയിൽ പൈസ കൊടുത്ത് സഹായിക്കാറുണ്ട്. പിന്നെ അപ്പോൾ എനിക്കതൊരു കുറവായിട്ട് തോന്നി. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സ്വന്തം രീതിയിൽ, അപ്പോൾ ഭർത്താവ് ജോലി ചെയ്ത് കൊണ്ടുവരുന്ന പൈസയാണ് കൊണ്ടു കൊടുക്കുന്നത്. അപ്പം ഞാൻ സ്വന്തമായിട്ടൊന്നും ചെയ്യണില്ല എന്നൊരു കുറവ് പോലെ തോന്നി എനിക്ക്. 4ാമത്തെ ഉടമ്പടി പുതുക്കി വന്നതിൻ്റെ പിറ്റേ ദിവസം ഞാൻ പകൽ കിടന്ന് ഉറങ്ങണ്. അപ്പം മാതാവ് സ്വപ്നത്തിൽ വന്ന് പറയുക, നീ രോഗികളെ പോയി കുളിപ്പിക്കണമെന്ന് സ്വപ്നത്തിൽ കൂടെ പറഞ്ഞു. അപ്പം എനിക്ക് എന്തായാലും അത് ചെയ്യാണ്ട് പറ്റില്ല എന്ന് എൻ്റെ മനസ്സിൽ ഭയങ്കര തോന്നലുണ്ടായി. അങ്ങനെ ഞങ്ങൾ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത കുറച്ച് ആൾക്കാർ അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ എന്നെയും കൂടി ആഡ് ചെയ്ത് ഞങ്ങൾ അങ്ങനെ പീസ് ഹോം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി ശുശ്രൂഷ ചെയ്യുന്നു. അവിടെ രോഗികളെ കുളിപ്പിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എല്ലാ മാസവും പത്രം വാങ്ങിക്കും. പത്രം വാങ്ങിച്ച് ആദ്യമൊക്കെ ഓട്ടോ സ്റ്റാൻഡിലും അവിടെ ഇവിടെയൊക്കെയാണ് കൊടുത്താറുന്നത്. പിന്നെ എനിക്ക് തോന്നി കൊടുത്ത ആൾക്കാർക്ക് തന്നെ കൊടുക്കുമ്പോൾ അതൊരു ഇതില്ല, അവർക്ക് അറിയാവുന്നതാണല്ലോ. അപ്പം അതുകൊണ്ട് നല്ല തിരക്കുള്ള ടൗണുകളിൽ ചെന്നിട്ട് നടന്ന് വരുന്ന രോഗികൾക്ക്, റോഡിൻ്റെ സൈഡിൽ കൂടെ നടന്ന് വരുന്ന ആൾക്കാരുകൾക്ക് പത്രം കൊടുക്കും. പിന്നെ എല്ലാ ചൊവ്വാഴ്ചയും ധ്യാനം കാണും. ധ്യാനം ഷെയർ ചെയ്യും, സ്റ്റാറ്റസ് ഇടും. പിന്നെ ഡെയിലി ബ്രെഡ്, എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് കാണും, സ്റ്റാറ്റസ് ഇടും, ഷെയർ ചെയ്യും. അങ്ങനെ പിന്നെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം എനിക്കാണെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും കേട്ടാൽ പ്രതികരിക്കണ സ്വഭാവം, ദേഷ്യമൊക്കെ ഉള്ള സ്വഭാവമായിരുന്നു. ഇപ്പോൾ അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. പിന്നെ സ്വന്തം കാര്യം നോക്കി മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും അങ്ങനെ അവരുടെ ബുദ്ധിമുട്ടുകളൊന്നും കേൾക്കും എന്നല്ലാതെ ഞാൻ അങ്ങനെ അധികം ചെവി കൊടുക്കാറില്ല. ഇപ്പോൾ മറ്റുള്ളവരുടെ വിഷമങ്ങൾ കാണുമ്പോഴുള്ളൊരു നമുക്കൊരു വേദനയിൽ, അവരുടെ വേദനയിൽ പങ്കുചേരുക, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ആത്മീയമായ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. കാരണം എന്താ പറയുക, ബൈബിള് വായിക്കും, അരമണിക്കൂർ ബൈബിള് വായിക്കും, പിന്നെ കൊന്ത ചൊല്ലും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോണു. അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ധ്യാനം ചൊവ്വാഴ്ച തന്നെ കേൾക്കും. കാരണം എനിക്ക് പിന്നീടത്തേക്ക് മാറ്റി വയ്ക്കുന്നത് ഇഷ്ടമില്ല. പിന്നെ പ്രാർത്ഥനയുടെ 2 നേരം പ്രാർത്ഥനയൊന്നും ഇതുവരെ തെറ്റിക്കാനോ, എവിടെ പോവാന്നുണ്ടെങ്കിലും പ്രാർത്ഥനയുടെ നേരത്തേനും വീട്ടിൽ വരും. അതേപോലെ മോനായാലും ചേട്ടനായാലും പ്രാർത്ഥനയ്ക്ക് വന്നതിന് ശേഷം പ്രാർത്ഥന കൃത്യം 7 മണിക്ക് എവിടെ പോയാലും ഞങ്ങൾ വീട്ടിലെത്തും. അതനുസരിച്ചുള്ള സമയം നോക്കിയാൽ അപ്പുറത്തേക്ക് പോവുള്ളൂ. അങ്ങനെ ഒരുപാട് ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന് ഞങ്ങളെ സഹായിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞോളുന്നു. എൻ്റെ പേര് ലൈജി ജോജി. ഞാൻ കളമശ്ശേരി സെൻറ്റ് ജോസഫ് ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരത്തി വഴിയായിട്ട് ഒരു കൃപാസന പത്രം കിട്ടി. അങ്ങനെയാണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നതും. ഇത് എൻ്റെ ഹസ്ബൻഡ് ജോജി തൊമ്മി. അങ്ങനെ ഞാൻ പത്രം കിട്ടി 2 വർഷത്തിന് ശേഷമാണ് എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിച്ചത്. ഉടമ്പടി എടുത്തത് 2019 ഫെബ്രുവരി 4-ാം തീയതിയാണ്. അമ്മ വഴിയായി എനിക്ക് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത ഇടയ്ക്ക് 2025 ജനുവരി 15-ാം തീയതി എൻ്റെ ഭർത്താവിന് ഹാർട്ട് സംബന്ധമായ അസുഖം വരികയും ജോലി സ്ഥലത്തുനിന്ന്
2 പേര് കൂട്ടി കൊണ്ടുവരികയും വീട്ടിൽ കൊണ്ടുവരികയും ആൾക്ക് സംസാരിക്കാനായിട്ടുള്ള ഒരു ഇതില്ലായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു പുറത്ത് 2 പേര് വന്നിട്ടുണ്ട്, അവരെന്തിനാ വന്നതെന്ന് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ചേച്ചി ചേട്ടന് അസുഖമായിട്ടാണ് ഞങ്ങൾ കൊണ്ടുവന്നത്, തീരെ വയ്യ ചേച്ചി എന്ന് പറഞ്ഞു. അങ്ങനെ ആൾ റൂമിൽ തന്നെ കിടക്കുകയായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ടും ആൾക്ക് സമ്മതമല്ല, എനിക്ക് മാറുമെന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അങ്ങനെ ആൾ എന്നോട് പറഞ്ഞു എനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞു. അതിന് മുമ്പ് തന്നെ അറിയാതെ തന്നെ വയറ്റിൽ നിന്നും യൂറിനും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ബാത്റൂമിൽ കൊണ്ടുപോയി കഴുകാൻ പോകുമ്പോൾ എൻ്റെ കയ്യിൽ നിന്നൊക്കെ ആളിങ്ങനെ വീണ് പോവുകയായിരുന്നു. ഒരുവിധം ഞാൻ കഴുകി പുറത്തിറക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നേരത്ത് സ്റ്റെപ്പ് ഇറങ്ങാനോ ഒന്നിനും പറ്റാതെ ആൾ വീണ് പോകുമ്പോൾ ഞാൻ ആ പിള്ളേരോട് പറഞ്ഞു, മക്കളെ അവിടെ നിൽക്ക്, ഞാൻ ഉടമ്പടി തൈലം ചേട്ടൻ്റെ വായിൽ ഒഴിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. ഉടമ്പടി തൈലം വായിൽ ഒഴിച്ചു കൊടുത്ത് അമ്മേ എനിക്ക് തിരിച്ചു തരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുപോവുകയായിരുന്നു. കൊണ്ടുപോകുന്ന വഴിക്കൊന്നും ആൾക്കൊരാശ്വാസം ഉണ്ടായിരുന്നില്ല. എന്നോട് ചോദിക്കുക എത്തണില്ലല്ലോ എനിക്ക് പറ്റണില്ല എന്ന് പറയുമായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു ചേട്ടാ ഇപ്പം എത്തും എന്ന് പറഞ്ഞു. മെഡിക്കൽ കോളേജിൻ്റെ ഗേറ്റ് എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു മെഡിക്കൽ കോളേജ് എത്തിയേട്ടാ ഇനി നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ കാഷ്വാലിറ്റിയിൽ കൊണ്ടു ചെന്നപ്പോൾ അവിടെ ചെന്ന് ECGയും BP-യും പൾസും ഒക്കെ നോക്കിയിട്ട് ഒന്നും കിട്ടുന്നില്ല. ഞാനും എൻ്റെ ഇളയ മോളും ആ കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഡോക്ടർ ECG ഒക്കെ വലിച്ചൂരി കളഞ്ഞ് BP പാറ്റസൊക്കെ മാറ്റി, പൾസില്ല, BP ഇല്ല, ECG ഇല്ല, ഒന്നുമില്ലായിരുന്നു. വായിൽ നിന്ന് നൊരയും പതയൊക്കെ വന്ന് എൻ്റെ മോളെ ഇറങ്ങി ഓടിക്കളഞ്ഞു. എങ്ങോട്ട് പോയി എന്ന് പോലും ഞാൻ നോക്കിയില്ല. ഡോക്ടർ പറഞ്ഞു ചേട്ടൻ മരിച്ചു എന്ന് പറഞ്ഞു. എനിക്ക് മരവിപ്പായിരുന്നു. അവിടെ നിന്ന് ഞാൻ കരഞ്ഞു. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ ഞാൻ തിരിച്ചു തരണമെന്ന് പറഞ്ഞിട്ട് അമ്മ തിരിച്ചെടുക്കുകയാണെങ്കിൽ അമ്മയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആള് കോട്ടൻ മുക്കി തുടച്ച് കാലിൻ്റെ വിരലുകൾ കൂട്ടിക്കെട്ടുന്ന സമയത്ത് ഒരു ഞെട്ടൽ പോലെ വന്ന് കിട്ടിയ ജീവനാണ് എൻ്റെ ഭർത്താവിൻ്റെ ജീവിതം. ഓപ്പറേഷൻ 9 ലക്ഷം രൂപ ചെലവ് വരുന്നൊരു ഓപ്പറേഷനാണ് അവർ പറഞ്ഞത്. എൻ്റെ കയ്യിൽ സാമ്പത്തികമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ എറണാകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ ഓപ്പറേഷൻ നടക്കും 4.5 ലക്ഷം രൂപയ്ക്ക്. അതും എൻ്റെ കയ്യിലില്ലായിരുന്നു. ഞാൻ സഹായം ചോദിച്ചവരൊക്കെ എനിക്ക് ചോദിച്ചതിൻ്റെ 4 ഇരട്ടി തന്ന് എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ ഈശോയും അമ്മയും കൂടി തിരിച്ചു തന്ന സാക്ഷ്യമാണിത്. എനിക്കൊരിക്കലും പ്രതീക്ഷയില്ലായിരുന്നു. ഡോക്ടർ പറഞ്ഞത് ഈ മരുന്ന് നിർത്തുമ്പോൾ ആളുടെ ഓപ്പറേഷൻ സക്സസ് ആവില്ല എന്ന്. അവിടെയും ഡോക്ടർ എന്നോട് പറഞ്ഞത് സക്സസ് ആവില്ല എന്ന് പറഞ്ഞത് ആണുങ്ങൾ വേണം. എനിക്ക് ആരും ഇല്ലായിരുന്നു ആണുങ്ങളായിട്ട് കൂടെ നിർത്താനായിട്ട്. ബോഡി പാക്ക് ചെയ്യാനാണ് അവർ പറയുന്നത്. അവിടെ നിന്നും അമ്മയും മാതാവും എനിക്ക് തന്ന ഇത്രയും വലിയ അനുഗ്രഹത്തിന് എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ കോടാനുകോടി നന്ദി പറയുകയാണ്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം വാങ്ങിച്ച് മെഡിക്കൽ കോളേജിലാണ് ഞാൻ കൊണ്ടുപോയി കൊടുക്കുന്നത്. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കൊടുത്തു കഴിയുമ്പോൾ എല്ലാവരും ചോദിക്കും ചേച്ചിക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കും. എനിക്ക് കിട്ടിയ ഈ വലിയ അനുഭവം പറയുമ്പോൾ പത്രം വാങ്ങിക്കാൻ ആൾക്കാർ ഇഷ്ടം പോലെയായിരുന്നു എൻ്റെ കയ്യിൽ നിന്ന്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മയ്ക്ക് മനുഷ്യന് സാധ്യമല്ലാത്തത് ഈശോയ്ക്ക് സാധ്യമാണെന്ന് തെളിയിച്ചു തന്ന, മരിച്ചുപോയ ആളെ തിരിച്ചു തന്ന ജീവിതം ഈ അൾത്താരയിൽ ഞാൻ എൻ്റെ ഭർത്താവിനെ സമർപ്പിക്കുകയാണ്. ഉടമ്പടി തൈലം തേനുമാണ് എൻ്റെ ഭർത്താവിന് ജീവിതം തിരിച്ചു തന്നത്. ആര് സഹായം ചോദിച്ചു വന്നാലും എൻ്റെ കയ്യിലുള്ളത് കൊടുക്കും ഞാൻ, അല്ലാതെ എനിക്ക് വേറെ ഒന്നും ചെയ്യാനുള്ള നിവൃത്തിയില്ലായിരുന്നു. ഇത്രയുമാണ് ഞാൻ ചെയ്തത്. പിന്നെ എൻ്റെ മോൾക്ക് തലവേദന വന്ന് തല പൊട്ടിപ്പോകുമെന്നുള്ള വിധത്തിൽ ചുമടാണ് അമ്മ തലയിലിരിക്കുന്നത്. എനിക്ക് അന്ന് പറഞ്ഞു ഇതിരുന്നപ്പോൾ ഞാൻ അമ്മയുടെ ഉടമ്പടി തേൻ വായിൽ ഒഴിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, മോനെ ഇപ്പം അമ്മ മാറ്റിത്തരൂ കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ
അവൾ എൻ്റെ മടിയിൽ കിടന്ന് ഞാനും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് 5 മിനിറ്റ് ആയില്ല, അവളെ അമ്മ ഈശോയും വന്ന് ഈശോയുടെ മടിയിൽ കിടത്തി അവളുടെ തലവേദന മാറ്റി അവളെ ഉറക്കി. ഞാൻ ദിവ്യബലി ദിവസവും സംബന്ധിക്കാറുണ്ട്. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട്. പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും ഇതേവരെ മുടക്കിയിട്ടില്ല. അച്ഛൻ്റെ ടോക്കുകളും ഞാൻ കേൾക്കാറുണ്ട്. ബൈബിൾ വായനയും ഞാൻ മുടക്കാറില്ല. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി.